ഈ അടുത്ത നാളിൽ സോഷ്യൽ മീഡിയകളിലൂടെ ഒരുപാട് വൈറലായ ഒരു വീഡിയോ ഞങ്ങളൊക്കെ കാണാനിടയായി. രണ്ടുപേര് വിവാഹം കഴിച്ച വാർത്ത. പൊക്കം കുറഞ്ഞ പേർ ചേർന്ന് വളരെ രസകരമായ ഇൻ്റർവ്യൂവും പ്രോഗ്രാമുകളും ഒക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ അങ്ങനെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും നിങ്ങളെപ്പോലെയുള്ള ആളുകൾ കൂടുതലായിട്ട് ഉയരം കൂടിയ പെൺകുട്ടികളെയാണ് വിവാഹം ചെയ്യുന്നതായിട്ട് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. അത്ഭുതദീപം എന്ന് പറയുന്ന സിനിമ പോലും ആ തരത്തിൽ ഉയരം കൂടിയ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്ന കാഴ്ചകളാണ് ഞങ്ങൾ കണ്ടത്. നമ്മുടെ പക്കുറിച്ചേട്ടനും കെട്ടിയിരിക്കുന്നത് ഉയരമുള്ളൊരു പെൺകുട്ടിയാണ്. അപ്പോൾ ഇങ്ങനെ ഉയരമുള്ള പെൺകുട്ടിയെ വിവാഹം ചെയ്യണമെന്ന് നിങ്ങളുടെ കൂട്ടുകാരിലോട് പലരോടും ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഉയരം കൂടിയ പെൺകുട്ടിയെ വിവാഹം ചെയ്യാനാണ് താല്പര്യമെന്നാണ്. എന്തുകൊണ്ടാണ് വിപിനെ ഇങ്ങനൊരു താല്പര്യം നിങ്ങളുടെ മനസ്സിൽ വരുന്നത്? അത് കൊള്ളാം, നല്ല ചോദ്യമാണ്. നല്ല ചോദ്യം. അതായത് ഞാൻ പറയാം, അതിന് ആൻസർ പറയാം. അതായത് ഞങ്ങൾ പൊക്കം കൂടിയ പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിലെ ചില കാര്യങ്ങൾ കൊണ്ടാണ്. അതായത് ഞാൻ ഒരു പൊക്കം കുറഞ്ഞ ഒരാളായി ജനിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റേതായ എനിക്ക് സാധ്യമാക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ വളരെ വലിയ വാചകത്തിലൊക്കെ ഇവിടെ ഇരുന്ന് നിങ്ങളുടെ മുന്നിൽ സംസാരിച്ചപ്പോൾ നേടിയെടുക്കുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ ഒരു കുടുംബജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ ആ കുറവുകളെ ഞാൻ വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയിലൂടെ പരിഹരിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്, മറ്റുള്ളവരും അതുപോലെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആ കുറവുകളെ എല്ലാം പരിഹരിച്ചുകൊണ്ട് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ പൊക്കം കൂടിയ പെൺകുട്ടികളെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ വീട്ടിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ സ്വിച്ച് ബോർഡ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം താഴ്ന്ന നിലയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എന്താണ്, ഞാൻ ആ വീട്ടിലുള്ളത് കൊണ്ടാണ് ഞങ്ങളുടെ വീട് നിർമ്മിച്ചിരിക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ പക്കുറിച്ചേട്ടൻ്റെ ജീവിതത്തിലാണേലും ഒക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഞങ്ങളുടെ സ്വപ്നങ്ങൾ, ഇപ്പോൾ എനിക്കൊരു കാറ് വാങ്ങണം, ആ കാറിൽ സഞ്ചരിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. ചിലപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് പരിഹരിക്കാം. ഇപ്പോൾ എനിക്ക് തന്നെ ഓടിക്കാവുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിനുമപ്പുറം എന്നെയൊക്കെ മുമ്പിലിരുത്തിക്കൊണ്ട് ഞാൻ വിവാഹം കഴിക്കുന്ന പെൺകുട്ടി ഈ ലോകം മുഴുവൻ ചുറ്റി നടന്ന് എന്നെ കൊണ്ടുനടന്ന് കാണിക്കാൻ പ്രാപ്തിയുള്ള ഒരാളാണ് എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതെങ്കിൽ അതല്ലേ എന്നെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്. ഇപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ തോന്നാം, ഇവിടെ ഇവന് ഇങ്ങനൊരു വൈകല്യമുള്ള ഒരാളായിട്ട്, പലപ്പോഴും ആ ചോദ്യം ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് വൈകല്യമുള്ള ഒരാളായിട്ട് ഇവൻ എന്തുകൊണ്ടാണ് വൈകല്യങ്ങളുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അവളുടെ കൂടെ ജീവിച്ചുകൂടെ? അങ്ങനെ ജീവിക്കാൻ മനസ്സില്ലാഞ്ഞിട്ടല്ല, അങ്ങനത്തെ ഒരു കുട്ടിക്ക് ജീവിതം കൊടുക്കാൻ ഞാൻ തയ്യാറാണ്, എനിക്കതിനുള്ള മനസ്സുമുണ്ട്. പക്ഷേ ചില സാഹചര്യങ്ങൾ എൻ്റെ കുറവുകളെ നിറവുകളാക്കിക്കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരാൾ കടന്നു വന്നാൽ ഒരു പരിധിവരെ ജീവിതത്തിനൊരു സന്തോഷമുണ്ടാകുമെന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഞാനും എന്നെപ്പോലുള്ള മറ്റുള്ളവരും ഉയരമുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യാൻ കാത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് നിങ്ങളൊരു വേറൊന്നും ചിന്തിക്കണ്ട. ഞങ്ങൾ അങ്ങനെ ഒരു ചിന്തയുടെ പുറത്തൊന്നും അല്ല ഇങ്ങനെയുള്ള ലോകം കാണുന്നത്. കാരണം ഞങ്ങളുടെ ഗ്രൂപ്പൊക്കെ ഇപ്പോൾ പൊക്കം കുറഞ്ഞവരുടെ അസോസിയേഷനും കാര്യങ്ങളും ഒക്കെ ഒരുപാട് പെൺകുട്ടികളുണ്ട്. അവരൊക്കെ ഞങ്ങളുടെ സഹോദരിമാരെ പോലെ ഞങ്ങൾ ചേർത്ത് പിടിച്ച് അവരെ മറ്റ് ആഗ്രഹമുള്ളവരുടെ കൈപിടിച്ച് ഞങ്ങൾ കൊടുക്കാറുണ്ട്. അവർക്ക് ഒരു ജീവിതമൊക്കെ കിട്ടാറുമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പൊക്കമുള്ള പെൺകുട്ടിയെ വിവാഹം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം തോന്നുന്നതിൻ്റെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ആ ഒരു കുടുംബാന്തരീക്ഷത്തിലെ നല്ലൊരു ഇതുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അതിനകത്ത് ഞാൻ വേറൊരു കാര്യം പറയാം. രണ്ട് മനസ്സുകൾ തമ്മിലുള്ള ബന്ധമാണ് ശരിക്കും കുടുംബത്തിന് വേണ്ടത്. സ്നേഹത്തിൻ്റെ മേൽക്കൂരയും സമാധാനത്തിൻ്റെ ഇടനാഴിയും സ്നേഹവാത്സല്യം തുളുമ്പുന്ന അച്ഛനും അമ്മയും ഭാര്യയും ഒക്കെയുള്ള കുട്ടികളും ഒക്കെയുള്ള ഒരു കൊച്ചു കുടുംബം, അത്രയും ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. അതിനപ്പുറത്തേക്കൊരു ലോകം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഉയരമുള്ളവരെ തന്നെ വിവാഹം കഴിക്കണമെന്നുള്ള മോഹം ഇപ്പോഴും മനസ്സിലുണ്ട്. അങ്ങനെ ഒരാൾ ഒത്തുവരുവാണെങ്കിൽ ആ വിവാഹം നമുക്ക് നടത്താം. വിപിനെ, നമ്മളെല്ലാ വിശേഷങ്ങളും പങ്കുവച്ചു. വിപിൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ അറിഞ്ഞൊരു കാര്യം, ഈ ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഏതാണ്ടൊരു 4 വർഷങ്ങൾക്ക് മുമ്പ് വിപിനൊരു പുസ്തകം എഴുതിയതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈ പുസ്തകത്തിൻ്റെ പിന്നിലുള്ള അനുഭവങ്ങളുമൊക്കെ ഞങ്ങൾക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇനിയൊരു പുസ്തകം എഴുതാൻ വിപിൻ തയ്യാറാണോ, അതോ എഴുതുന്നുണ്ടോ? അങ്ങനെയുള്ള കുറേ വിശേഷങ്ങളൊക്കെ ഞങ്ങൾക്കൊന്ന് അറിഞ്ഞാൽ വലിയ സന്തോഷമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് എഴുതിയ പുസ്തകമാണ് തോന്യാക്ഷരങ്ങൾ എന്ന് പറയുന്ന പുസ്തകം എഴുതി പൂർത്തിയാക്കി എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനായ PR സുമേരൻ എന്ന് പറയുന്ന സുമേരൻ സാറിൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്ത് ആ പുസ്തകം ഒരു പുസ്തക രൂപത്തിലേക്ക് മാറ്റപ്പെട്ട്
ഇന്നത് പലരും വായിച്ചു കഴിഞ്ഞൊരു പുസ്തകമാണ്. ഇങ്ങനെയൊക്കെ എനിക്ക് ചെയ്യാൻ സാധിച്ചത് എൻ്റെ കഴിവൊന്നുമല്ല. ഞാൻ വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു കഴിവാണ്. അനുഭവങ്ങളെ ഈശ്വരൻ തരികയാണെങ്കിൽ ആ അനുഭവങ്ങളെ മനസ്സിൻ്റെ അകത്ത് ഒളിപ്പിച്ചു വെക്കുവാനുള്ള കഴിവൊന്നും എനിക്ക് ഈശ്വരൻ തന്നിട്ടില്ല. അത് ഉള്ളിൽ കിടന്ന് വല്ലാതെ വിങ്ങുന്ന സമയത്ത് ഞാനതൊരു കടലാസിലേക്ക് കുറിച്ചു വെച്ച് എൻ്റെ അച്ഛന് വായിക്കാൻ കൊടുത്തപ്പോൾ അച്ഛൻ വായിച്ചിട്ട് എന്നോട് വളരെ മനോഹരമായിട്ടുണ്ട് മോനെ, നീ ഇനിയും എഴുതണമെന്ന് പറഞ്ഞ ആ ഒരു ആത്മവിശ്വാസമാണ് ഇന്ന് എന്നെക്കൊണ്ട് തോന്നിയാക്ഷരങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതാൻ സഹായകമായത്. അപ്പോൾ ഈ ജീവിതയാത്ര ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്നതിനിടയിൽ വീണ്ടും വീണ്ടും എല്ലാ ദിവസവും അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ അനുഭവങ്ങളൊക്കെയും മനസ്സിനകത്ത് ഇട്ട് താളം പിടിപ്പിച്ചുകൊണ്ട് എന്നെ ഓരോ കാര്യങ്ങൾ അസ്വസ്ഥനാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ എഴുത്ത് ആ ഒരു അസ്വസ്ഥതയെ വളരെ വലിയ അളവിൽ കുറച്ചു തരുന്നു എന്ന് മനസ്സിലായപ്പോഴാണ് എഴുത്തിൻ്റെ ലോകത്തേക്ക് ഞാൻ പയ്യെ ചുവടുവെച്ച് തുടങ്ങിയത്. അങ്ങനെ എഴുതി ഇപ്പോൾ അടുത്ത പുസ്തകത്തിൻ്റെ ഒരു എഴുത്തിലാണ്. ഓരോ ദിവസവും ജീവിതത്തിലെ വൈകുന്നേരങ്ങളിലൊക്കെ അനുഭവങ്ങൾ എഴുതി വെക്കാറുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എഴുതും. എല്ലാ കാര്യങ്ങളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അടുത്തൊരു പുസ്തകം ഇനിയും ഇറക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഒരാഗ്രഹം. പോരായ്മകളുണ്ടായിരുന്നു, ഒരുപാട് പോരായ്മകളുള്ള ഒരു പുസ്തകം തന്നെ ആയിരുന്നു തോന്നിയാക്ഷരങ്ങൾ. കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എഴുത്തിൻ്റെ ലോകത്തൊന്നും എനിക്ക് വലിയ അനുഭവങ്ങളൊന്നുമില്ല. ഒരുപാട് കാര്യങ്ങൾ വായിക്കുമായിരുന്നു എന്നുള്ളതല്ലാതെ എഴുത്തിനോട് അത്ര വലിയ അടുപ്പമൊന്നും ഉള്ള ഒരാളല്ല ഞാൻ. പക്ഷേ എൻ്റെ അനുഭവങ്ങളെ സത്യസന്ധമായി എഴുതാൻ ശ്രമിച്ചപ്പോൾ അതിനകത്ത് ചെറിയ പോരായ്മകളിലൂടെയൊക്കെ കടന്നുപോയി എന്നതാണ്. അപ്പോൾ ആ പോരായ്മകളെല്ലാം തീർത്തുകൊണ്ട് അടുത്തൊരു പുസ്തകം അധികം വൈകാതെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണമെന്ന ആഗ്രഹത്തിൽ തന്നെയാണ് ഞാൻ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലൊരു പുസ്തകം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഞാൻ പല ഇൻ്റർവ്യൂകളിലും കണ്ടിട്ടുണ്ട്, വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം ഒരുപാട് തൊഴിലുകൾ ചെയ്ത് വിപിൻ ജീവിതത്തിൽ മുന്നോട്ട് വന്ന ആളാണ്. എനിക്ക് തോന്നുന്നു ഏതാണ്ട് 6-7 ജോലികളോളം ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രയത്നവും അധ്വാനവും വേണ്ട ജോലികളാണ്. കാരണം ഒരു പൊക്കം കുറഞ്ഞ ആൾക്ക് ഇത്തരം മേഖലകളിൽ പണിയെടുക്കാൻ കഴിയുമോ എന്ന് നമ്മൾ ചിന്തിച്ച് നിൽക്കുന്നിടത്ത് ആ മേഖലകളിലെല്ലാം തൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുവന്ന് ആ പ്രവർത്തനങ്ങളിലൂടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും കടന്നു വന്ന ഒരാളാണ് വിപിൻ. എന്തൊക്കെ തൊഴിലുകളാണ് വിപിൻ ഈ ഒരു കാലഘട്ടത്തിനകത്ത് ഈ ജീവിതയാത്രയ്ക്ക് ഇടയിൽ ചെയ്തിട്ടുള്ളത് എന്ന് പ്രേക്ഷകർക്ക് അറിയാൻ വളരെയേറെ ആകാംക്ഷയുള്ളൊരു കാര്യമാണ്. അതൊന്ന് ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ? വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ട് പോകുന്നത് ഒരു പഞ്ചർ വർക്ക്ഷോപ്പിലേക്കാണ്. അതായത് 2 വീലർ 4 വീലർ വലിയ ഹെവി വാഹനങ്ങളടക്കമുള്ള വാഹനങ്ങൾ റിപ്പയർ ചെയ്യുന്ന, അതായത് അതിൻ്റെ പഞ്ചർ ഒട്ടിക്കുന്ന കടയിലാണ് ഞാൻ ആദ്യമായിട്ട് പണിക്ക് ചെല്ലുന്നത്. ഞാൻ ഇന്നും ഓർക്കുന്നു, അന്ന് അവിടെ പണിക്ക് ചെല്ലുമ്പോൾ അവിടെ പഞ്ചർ ഒട്ടിക്കുന്ന എൻ്റെ ജ്യേഷ്ഠൻ തന്നെയാണ്, അമ്മയുടെ ചേച്ചിയുടെ മോനാണ് ഉദയകുമാർ. ഉദയൻ്റെ അടുത്ത് ഞാൻ ചെന്ന് ചേരുന്നു. അതിനുശേഷം എന്നെക്കൊണ്ട് കഴിയാവുന്ന ടയറുകളൊക്കെ ഞാൻ പഞ്ചർ ഒട്ടിക്കാനായിട്ട് സഹായിക്കുന്നു. അവിടെ നിന്ന് പിന്നീട് കുറേ കാലം പണിയൊക്കെ പഠിച്ചതിന് ശേഷം വീണ്ടും ആ തൊഴിൽ വിട്ടിട്ട് ഞാൻ വീണ്ടും വേറൊരു തൊഴിലിലേക്ക് പോകുന്നു. അത് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ നന്നാക്കുന്ന ഒരു കടയിലാണ് ജോലിക്ക് പോകുന്നത്. അത് കുറേ കാലം അതെല്ലാം കഴിഞ്ഞ് വീണ്ടും ജീവിതം മുന്നോട്ട് പോകുന്നതിനിടയിൽ വാട്ടർ സർവീസ്, വാഹനങ്ങളൊക്കെ കഴുകുന്ന വാട്ടർ സർവീസുള്ള വർക്ക്ഷോപ്പിൽ ജോലിക്ക് കയറുന്നു. അവിടെ കുറേ നാൾ ജോലി ചെയ്തു. അതിനുശേഷം വീണ്ടും അച്ഛൻ്റെ പലചരക്കടയിലേക്ക് വീണ്ടും വരുന്നു. അങ്ങനെ കുറേ നാൾ അത് ചെയ്തു. അങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ മനസ്സിലൊരാഗ്രഹം തോന്നിയത്, കൂടുതലും ആളുകളുമായിട്ട് ഇടപഴകാനും ആളുകളുടെ ജീവിതങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും കൂടുതൽ കാര്യങ്ങൾ എഴുതുവാനുമൊക്കെയുള്ള അവസരങ്ങൾ സമ്മാനിക്കുന്ന ഒരു തൊഴിലാണ് ലോട്ടറി കച്ചവടം എന്നുള്ളത്. അങ്ങനെ ഞാൻ ആ ലോട്ടറി കച്ചവടത്തിന് ഇറങ്ങിത്തിരിക്കുകയാണ്. ഞാൻ കൂടുതലും പോയത് എറണാകുളം, കടവന്തറ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. ഗാന്ധിനഗർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കയ്യിൽ കൊണ്ടു നടന്ന് ഏകദേശം 60ഓളം ടിക്കറ്റുകൾ ഏതാണ്ട് ഒരു 11:30 മണിയോടുകൂടി വിറ്റ് തീർത്തിട്ട് ആ പൈസയുമായി വീട്ടിൽ വരുമ്പോൾ ഉണ്ടാകുന്നൊരു ആനന്ദം, കടന്നു പോകുന്ന വഴികളിൽ ഒരുപാട് ആളുകളെ പരിചയപ്പെടുവാനും അവർക്കൊപ്പം സഞ്ചരിക്കുവാനും ഇന്നും ആ സൗഹൃദങ്ങളൊക്കെ എൻ്റെ കൂടെയുണ്ട്. കാരണം ഇന്നും അവിടെ നിന്നൊക്കെ പല ചേട്ടന്മാരും എന്നെ വിളിച്ചിട്ട് വിശേഷങ്ങൾ തിരക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നാം ഈ ലോട്ടറി കച്ചവടം തിരഞ്ഞെടുത്തത് എന്താണെന്ന്. ലോട്ടറി കച്ചവടത്തിനൊരു പ്രത്യേകതയുണ്ട്. വ്യത്യസ്തങ്ങളായ പല മനുഷ്യരെയും നമുക്ക് കണ്ടുമുട്ടാൻ കഴിയും. ഭിന്നശേഷിക്കാരായ ഒരാളുകളോട് ഇവർ പെരുമാറുന്ന രീതിയും കാര്യങ്ങളുമൊക്കെ ഞാൻ കൂടുതലായി പഠിക്കാൻ ഇടവന്നു ഈ യാത്രയിൽ. അങ്ങനെ പഠിച്ചിട്ട് അതിനെക്കുറിച്ചൊക്കെ കുറേ കാര്യങ്ങൾ എഴുതുവാനും അനുഭവങ്ങളെ വേർതിരിച്ച് കാണുവാനും ഒക്കെ സാധിച്ച അവസരങ്ങൾ സമ്മാനിച്ച ഒരു യാത്രയായിരുന്നു ലോട്ടറി കച്ചവടം.
അങ്ങനെ നിരവധി മേഖലകളിലൂടെ എൻ്റെ ജീവിതം ഞാനിപ്പോൾ കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ പലചരക്കട, അച്ഛന് കടയുണ്ട്, കടയിലെ കാര്യങ്ങൾ നോക്കുന്നു, സിനിമ വരുമ്പോൾ സിനിമയുടെ പുറകെ പോകുന്നു, എഴുത്തിൻ്റെ സമയത്ത് എഴുത്ത്, അങ്ങനെ എന്തൊക്കെ മേഖലകളിൽ നമുക്ക് സമയം ചിലവാക്കാൻ സാധിക്കുമോ ആ എല്ലാ മേഖലകളിലൂടെയും ജീവിതത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഞാനിത് നിങ്ങളുടെ മുന്നിൽ പറയാൻ കാര്യം, നമ്മളൊരിക്കലും ഒരു കാരണവശാലും തളർന്ന് ഒരിടത്ത് ഇരിക്കരുത്. നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമോ ആ കാര്യങ്ങൾ ചെയ്യുക. അത് എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം ചെയ്യാൻ തയ്യാറാകുക. തനിയെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ മാറുന്നതായിട്ട് കാണാൻ കഴിയും. അത്തരം ഒരു നല്ല ജീവിതയാത്ര നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ സമ്മാനിക്കുന്ന ആളുകളോട് വിപിന് പറയുവാനുള്ള മറുപടി എന്താണ്? വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ സമ്മാനിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു കല്ലെടുത്ത് എറിയുന്നത് ചരുവത്തിനകത്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്കല്ല, മറിച്ച് ഒരു സമുദ്രത്തിലേക്കാണ് നിങ്ങൾ കല്ലെറിയുന്നതെന്ന് മനസ്സിലാക്കണം. കാരണം നിങ്ങൾ സമുദ്രത്തിലേക്ക് ഒരു കല്ലെറിഞ്ഞാൽ അത് എത്രമാത്രം ആഴത്തിലേക്ക് ആ കല്ല് ചെല്ലും എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കണം. ഇതുപോലെ തന്നെയാണ് വേദനിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറയുമ്പോഴും. നിങ്ങൾ ഒരു നിമിഷം കൊണ്ട് ചിലപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആളുകളെയൊക്കെ വിഷമിപ്പിക്കുകയും വേദനിപ്പിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് എത്രമാത്രം ആഴങ്ങളിലേക്കാണ് ആ എടുത്തെറിയുന്ന കല്ല് ചെന്ന് വീഴുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. അത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു നിമിഷത്തെ സന്തോഷവും ആനന്ദവും ഒക്കെ വൈകല്യമുള്ളവരെയും അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂനതകളൊക്കെ നിങ്ങളുടെ കണ്ണിൽ തോന്നുന്നവരെയൊക്കെ കാണുമ്പോൾ തോന്നും. പക്ഷേ അവരെ എന്നും വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കരുത്. കാരണം അങ്ങനെ ഉണ്ടാകുന്ന മുറിവുകൾ എത്ര മരുന്ന് പുരട്ടിയാലും ഉണക്കിയെടുക്കാൻ നമുക്ക് സാധ്യമല്ല. ആ മുറിവുകൾ ചിലപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഡയമെൻഷൻ തന്നെ മാറ്റിക്കളയും. അങ്ങനെ മാറ്റിയിട്ട് അവരേതൊരു ലോകത്തെത്തിപ്പെടുമെന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ഉരിയാടുന്നത് ഉപകാരത്തിനാകണമെന്നാണ് പറയുന്നത്. അത്തരം നല്ല വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ വലിയൊരു കാര്യമാണ്. നിങ്ങളുടെ ചുറ്റുപാടുകളിൽ ഒരുപാട് ആളുകൾ ഇത്തരം വൈഷമ്യങ്ങളും വേദനകളും വിഷമങ്ങളും ഒക്കെ അനുഭവിച്ച് ജീവിക്കുന്നവരുണ്ട്. അവരെയൊക്കെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിങ്ങളൊന്ന് സഞ്ചരിച്ചു നോക്ക്. അതിന് കിട്ടുന്ന ആനന്ദം നിങ്ങൾ നേരത്തെ വേദനിപ്പിച്ച ആനന്ദത്തിൻ്റെക്കാൾ 1000 മടങ്ങ് വലുതായി മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഹൃദയത്തിലേൽപ്പിക്കുന്ന മുറിവുകൾ കഴിവതും ഒഴിവാക്കുക.